വൈദ്യപരിശോധനയ്ക്ക് ഇതിനിടയ്ക്ക് കൊണ്ടുപോകുമെന്നാണോ ഇതിന് ശേഷം കൊണ്ടുപോകുമെന്നാണോ എന്താണ് അറിയാനാകുന്നത്? എന്തായാലും ഈ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്താനാണ് സാധ്യത. അത്തരത്തിൽ സാമ്പിളുകളടക്കം ശേഖരിച്ച് ലഹരിയുടെ അംശം ശരീരത്തിലുണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൽ കൃത്യമായ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിനിടെ ഈ പോലീസിൻ്റെ എല്ലാ ചോദ്യങ്ങളെയും അത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി ശരൺ ഉണ്ട്. ശരൺ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമയം നീട്ടുന്നത് ഈ പരിശോധനാ ഫലം ഷൈനിന് അനുകൂലമാക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് വൈദ്യപരിശോധന എന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനാവുന്നത്. സ്മൃതി, ഇന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 3 ACPമാരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഷൈനിനെ വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളടക്കം വരുന്നുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായും അറിയേണ്ടത് അത് രക്തപരിശോധനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശോധനയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, ഷൈൻ്റെ വൈദ്യപരിശോധന ഉടൻ തന്നെ എന്നുള്ള വിവരമാണ്. അതായത് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമുള്ള ഇതിനിടയ്ക്ക് തന്നെ അത് ചോദ്യം ചെയ്യൽ പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഷൈൻ്റെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ എവിടേക്കായിരിക്കും കൊണ്ടുപോവുക എന്നതും ഈ രക്തപരിശോധന തന്നെയാണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരം? സ്മൃതി, അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനാണ് സാധ്യത. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്കിറക്കി ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. നിലവിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. മാത്രമല്ല, അന്ന് ഗുണ്ടകളാണ് എന്ന് കരുതിയാണ് താൻ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നും ഷൈൻ ടോം ചാക്കോ വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസിൻ്റെ എല്ലാ ചോദ്യങ്ങളെയും കൃത്യമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഉത്തരങ്ങൾ നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ലഹരി ഉൽപ്പന്നങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ലഹരി ഉപയോഗിച്ച ശേഷമാണോ ഈ സംഭവങ്ങൾ ഉണ്ടായത്? മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നുകൾ കൈവശമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ ഇനിയിപ്പോൾ ശാസ്ത്രീയമായ വൈദ്യപരിശോധന നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ നടപടി ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന നടത്താൻ എന്തായാലും പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ ഇത്തരത്തിൽ പോലീസിൻ്റെ എല്ലാ ചോദ്യങ്ങളെയും കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോ പ്രതിരോധിക്കുന്ന സാഹചര്യത്തിൽ, മാത്രവുമല്ല ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഷൈൻ ടോം ചാക്കോ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യപരിശോധനയിലേക്ക് കടക്കാനാണ് സാധ്യത. മാത്രമല്ല, നേരത്തെ കൊക്കൈൻ കേസിൽ, കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ പിടിയിലായപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ കോടതി വിധിയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഇതിൽ പോലീസ് ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനയടക്കം നടത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതായത് ഈ സംഭവം ഉണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. ഒരുപക്ഷേ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരിക്കും പരിശോധന നടക്കുക. സ്വാഭാവികമായും അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറക്കി ജനറൽ ആശുപത്രിയിലോ മറ്റോ എത്തിച്ച് വൈദ്യപരിശോധന നടത്താനായിരിക്കും തീരുമാനം. ശ്രുതി, ശരി, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരിക്കും ഷൈൻ്റെ വൈദ്യപരിശോധന എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഉള്ളത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്നും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കായിരിക്കാം ഒരുപക്ഷെ ഷൈനെ കൊണ്ടുപോകുക. ജനറൽ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടായിരിക്കും പരിശോധന എന്നുള്ള കാര്യമാണ് അറിയാനാകുന്നത്. അർജുൻ, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് എത്ര ദൂരമുണ്ട്? അവിടെ വെച്ചാണ്, സ്വകാര്യ ആശുപത്രിയിലല്ല, ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന ഉണ്ടാവുക എന്നാണ് അറിയാനാകുന്നത്.
അവിടെ എന്ത് തരം പരിശോധനയാണ്, രക്തപരിശോധനയാണോ മൂത്രപരിശോധനയാണോ അതോ മുടി പരിശോധിക്കുകയാണോ എന്നൊക്കെ അറിയേണ്ടത്. കാരണം ലഹരി ഏത് തരം ലഹരിയാണ് എന്ന് അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയിലേക്കാണോ കടക്കുക എന്നാണ് അറിയേണ്ടത്. ഓരോ ലഹരിയുടെയും രക്തത്തിലെ അളവ് നിൽക്കുന്ന മണിക്കൂറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് പരിശോധനകളാണ് നടക്കുക എന്നതിൽ വ്യക്തതയുണ്ട്. ഇതിൽ LSD ആണ് ഉപയോഗിച്ചെങ്കിൽ രക്തപരിശോധന 12 മണിക്കൂർ വരെ ഉള്ളിൽ നടത്തിയാലേ കാര്യമുള്ളൂ. മൂത്രപരിശോധനയാണെങ്കിൽ 4 ദിവസം വരെ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം കൊക്കെയിനാണെങ്കിൽ രക്തപരിശോധന 24 മണിക്കൂറിനുള്ളിൽ നടത്തണം. ഉമിനീർ പരിശോധന 2 ദിവസം വരെ നിൽക്കുകയുള്ളൂ. മൂത്രപരിശോധനയാണ് 3 ദിവസം വരെ നടക്കുക. MDMAക്കായ രക്തപരിശോധന 2 ദിവസം വരെയുള്ളൂ. ഉമിനീർ പരിശോധന 2 ദിവസം വരെ. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ എന്ത് പരിശോധനയിലൊക്കെയാണ് കടക്കുക, രക്തപരിശോധനയിലേക്ക് തന്നെയാണ് എന്ന് വേണം ഇപ്പോൾ സ്ഥിരീകരിക്കാൻ. ജനറൽ ആശുപത്രി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്ര അകലെ അർജുൻ? സ്മൃതി, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രം ദൂരെയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അങ്ങനെയെങ്കിൽ അല്പസമയത്തൊക്കെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകും. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വൈദ്യപരിശോധന എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം. എന്തായാലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുക തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി രക്തം, അതോടൊപ്പം തന്നെ യൂറിൻ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കും. അതിന് സാമ്പിളുകൾ പരിശോധനക്കയക്കും. ഒരുപക്ഷേ മുടി അടക്കം ശേഖരിച്ച് പരിശോധന നടത്താനും പോലീസ് തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ഷൈൻ ടോം ചാക്കോ ഈ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കൊക്കൈൻ കേസിലടക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചകളിലൊന്ന് കൃത്യമായ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കൊക്കൈൻ അന്ന് ശേഖരിച്ച കൊക്കൈൻ അടക്കം കൃത്യമായി പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നും കോടതി വിധിയിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരുന്നു. ഈ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ പരിശോധനയിലേക്ക് അടക്കം കടക്കുന്നത്. ഈ സംശയിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുക എന്നുള്ളതാണ് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ച് വൈദ്യപരിശോധന നടത്തും. രക്തം, യൂറിൻ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കും. അത്തരത്തിലുള്ള പരിശോധനയായിരിക്കും പോലീസ് നടത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.